തൃശൂർ കോർപ്പറേഷനിൽ ഭരണത്തിലേറാൻ LDF ശ്രമം തുടങ്ങി. 25 സീറ്റുകൾ നേടി വലിയ ഒറ്റക്കക്ഷിയായ ഇടതുമുന്നണി സ്വതന്ത്രരായി വിജയിച്ചവരെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. 3 വിമത സ്ഥാനാർത്ഥികളുടെ നിലപാടാകും കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ നിർണായകമാവുക. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 28 സീറ്റുകളിൽ 3 സീറ്റുകളുടെ കുറവാണ് ഇടതുമുന്നണിക്ക് തൃശൂർ കോർപ്പറേഷനിൽ ഉള്ളത്. ഭരണസ്ഥിരത ഉറപ്പാക്കാൻ വിമതരായി വിജയിച്ചവരെ ഒപ്പം ചേർക്കാനാകും ഇടതുമുന്നണിയുടെ ശ്രമം. 6 സീറ്റുകളുള്ള BJPയുമായി ഒരു സഖ്യസാധ്യതയും ഇടതുമുന്നണിയുടെ അജണ്ടയിൽ പോലുമില്ലെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കുന്നു. ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ബദൽ വികസന സങ്കല്പത്തോട് ഒത്തുനിൽക്കാൻ താല്പര്യമുള്ളവരെ ഒപ്പം ചേർക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇന്ന് നിലവിലുള്ള സംവിധാനത്തിൽ ഞങ്ങളാണുള്ള വലിയ കക്ഷി. അത് ഞങ്ങൾ വേറെ ആരുമായും ആ രീതിയിൽ വർഗീയവാദികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാതെ ഒരു നിലപാട് സ്വീകരിച്ചു പോകും. പ്രത്യേകിച്ച് RSSുമായി യാതൊരു ബന്ധവും ഞങ്ങൾ സ്വീകരിക്കില്ല. കോൺഗ്രസുമായിട്ടൊരു ബന്ധവും സ്വീകരിക്കില്ല. ഇടതുമുന്നണിയിൽ നിന്ന് മാറി വിമത സ്ഥാനാർത്ഥിയായി പൂത്തോൾ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച P സുകുമാരൻ LDFനൊപ്പം നിൽക്കുമെന്നാണ് വിവരം. കോൺഗ്രസ് വിമതരായി വിജയിച്ച കുട്ടി റാഫി, ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവർ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഫലമറിഞ്ഞ ശേഷം കുട്ടി റാഫി DCC ഓഫീസിലെത്തി CN ബാലകൃഷ്ണനെ കണ്ടിരുന്നു. ഞാൻ സ്വതന്ത്രനായി ജയിച്ചതുകൊണ്ട് എല്ലാ ജനവിഭാഗവും എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അവരുടെ ഒരു അഭിപ്രായം തേടാതെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നതല്ല. തൃശൂരിലെ 4 നഗരസഭകളുടെ കാര്യത്തിലും ആര് ഭരിക്കുമെന്നത് സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ നിലവിലുണ്ട്. കേവല ഭൂരിപക്ഷമില്ലാത്ത മൂലം കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും BJPയുടെയും ചാലക്കുടി സ്വതന്ത്രരുടെയും ഗുരുവായൂരിൽ കോൺഗ്രസ് വിമത പ്രൊഫസർ ശാന്തകുമാരിയുടെയും നിലപാടുകളെ ആശ്രയിച്ചാകും ഭരണ സംവിധാനം. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.